ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ ദൈവസഭയിൽ കടന്നു വന്ന് നിങ്ങളോടൊത്തായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം നിങ്ങൾ വളരെ തിടുക്കത്തോടായിരിക്കും ദിവസമാണ്, ഞാനും അതുപോലെയാണ്. എന്നാലും തികച്ചും പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല എന്ന് വേണേൽ പറയാം. കഴിഞ്ഞ ദിവസമാണ് പാസ്റ്ററെ വിളിച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് വരുന്ന കാര്യം പറയുകയും പാസ്റ്റർ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുകയും ചെയ്ത് ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദൈവദാസൻ പാസ്റ്റർ ബിനോജ് പാസ്റ്റർ കുടുംബം, ദൈവസഭയിലുള്ള ദൈവമക്കൾ, എനിക്ക് പരിചയമുള്ള ഒത്തിരി മുഖങ്ങൾ, ഞാൻ പേര് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം. അതുകൊണ്ട് വേഗത്തിൽ വചനത്തിലേക്ക് കടക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് ഫ്രം 9. ആ ഭാഗം സോറി വായിച്ചു. ആമേൻ. നമ്മളധികം ഉപയോഗിക്കാറില്ലെങ്കിലും നമുക്കെല്ലാം ഫെമിലിയറായിട്ടുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. ഏറ്റവും എഫക്റ്റീവായിട്ട് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥന എന്താ, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവണ്ണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇറ്റ്സ് വെരി കൺസൈസ്ഡ്, ഇറ്റ്സ് വെരി ഷോർട്ട്, ബട്ട് നെവർ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് പ്രെയർ, ദ ബെസ്റ്റ് പ്രെയർ. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ പ്രാർത്ഥന കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണമെന്നല്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനവും നാം എന്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നതുമാണ് ഈ പ്രാർത്ഥനയിലെ വരികൾ, ഓരോ കാര്യങ്ങളും. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു പ്രേ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഈ പ്രാർത്ഥനയിലുള്ള കാര്യങ്ങളൊക്കെ ആണോ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന്. ഇതുമായിട്ട് ടാലി ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു ചിന്തിച്ചോ. പക്ഷേ ഇതെല്ലാം പ്രാർത്ഥിക്കാനുള്ള, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം എനിക്കില്ല. പക്ഷേ ദൈവാത്മാ, ഞാൻ ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങളുടെ ചർച്ചിൽ ഈ ഭാഗം, അതിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്ത ഒരു ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഈ പ്രാർത്ഥനയിൽ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലെ ഒന്നാമത്തെ ഘടകം, യു ഹാവ് ടു പ്രേ ഫോർ ഹിസ് കിങ്ഡം ടു കം. അവൻ്റെ രാജ്യം വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം. അവൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ദൈവരാജ്യം വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചത് പോട്ടെ. അതിനുശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യു ഹാവ് ടു പ്രേ ഫോർ യുവർ ഡെയിലി പ്രൊവിഷൻസ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദാറ്റ്സ് വാട്ട് God says, like, give us this day a daily bread എന്ന് പറയുമ്പോൾ നമ്മുടെ അന്നന്നത്തെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യം, ബ്രെഡിന് വേണ്ടി പോലും ദൈവസേന പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഇവിടെ? നമുക്കൊന്നും ബ്രെഡിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവരുടെയും ഫ്രിഡ്ജും ഷെൽഫും ഒക്കെ, അലമാരയൊക്കെ തുറന്നാൽ ഇനി മാസങ്ങൾ കഴിച്ചാൽ തീരാത്തത് ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാലും സ്വർഗം പറയുകയാണ്, നമ്മുടെ ചെറിയ ആവശ്യത്തിന് പോലും സ്വർഗത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിലയിലുള്ളൊരു പ്രാർത്ഥന ജീവിതം നമുക്ക് നല്ലതാണ്. പക്ഷേ എന്നെ ടച്ച് ചെയ്തത് അതിൻ്റെ അടുത്ത പാട്ടാണ്. അവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ആൻഡ് ഫോർഗീവ് us our debts as we also have forgiven our debtors. നോക്കിയേ, കർത്താവ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കണം. കടങ്ങൾ എന്നുദ്ദേശിച്ചത് ദൈവത്തോട് നമ്മൾ എന്താ കടങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കണം എന്നുള്ള അർത്ഥമാണ്. ദാറ്റ്സ് വാട്ട് വി ഓ, ദാറ്റ്സ് വാട്ട് വി ഡെബ്, അല്ലേ?
അതാണ് നമ്മുടെ ഡെപ്റ്റ്. ദൈവസന്നിധിയിൽ നാം ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ക്ഷമ, തെറ്റുകൾക്കുള്ള ക്ഷമ ദൈവത്തോട് ചോദിക്കണം. അപ്പം അത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണെന്നേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി കൊടുത്തൊരു ഘടകം അതാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ ഫോർഗീവ്നെസ്സിനായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങളുടെ പാപമെല്ലാം ദൈവം ഒരിക്കൽ ക്ഷമിച്ചതാ, പിന്നെ ഇനിയിപ്പോൾ എന്തിന്? ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു, വിശുദ്ധനായി നിൽക്കുന്ന 100% പെർഫെക്റ്റായ ഒരു മനുഷ്യനെയും ഭൂമി കാണാൻ പറ്റില്ല. അത് പാസ്റ്റ് ആയാലും കമ്മിറ്റി ആയാലും, അത് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളാണെങ്കിലും, ഇനി എത്ര വലിയ വിശുദ്ധനാണെങ്കിലും, വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. നാം അറിഞ്ഞും അറിയാതെയും പാപം ചെയ്യുന്നവരാ. പക്ഷേ സ്വർഗം പറയുക, നിങ്ങൾക്ക് ദൈവം തരുന്നൊരു ഓപ്ഷൻ എന്താണെന്നറിയാമോ? You can pray for forgiveness every day. എല്ലാ ദിവസവും ദൈവത്തോട് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കണം. കാരണം നാം ചെയ്തു പോകുന്ന തെറ്റുകൾ പലതും നമ്മൾ അറിയത്തില്ലാത്തതാ. നാം പലരെ ഹേർട്ട് ചെയ്തത് നാം അറിയാത്തതാ. നമ്മുടെ വാക്കുകൾക്ക് ന്യായീകരണം പറയാൻ നമുക്കിഷ്ടം പോലെയുണ്ട്. പക്ഷേ സ്വർഗം പറയുക, ചിലർക്കെങ്കിലും അത് നൊന്തിട്ടുണ്ട്, ചിലർക്കെങ്കിലും അത് വേദനിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ ചർച്ചിൽ തന്നെ ഒരു കാര്യം ഞാൻ അഡ്രസ്സ് ചെയ്തു. ക്ഷമിക്കണം പറയാൻ ദൈവത്തിന് സ്തോത്രം. തമാശയ്ക്കൊരു ബ്രദർ ഈ കൗണ്ടർ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ചർച്ചിലൊക്കെ ഉണ്ട്. മറ്റൊരാളുടെ ബലഹീനത കണ്ടിട്ട് ചുമ്മാ ഞൊട്ടുക, എന്നിട്ട് നിന്ന് ചിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, അത് നല്ല തമാശയാണ്. കൂടെ നിന്ന് ഞാനും ചിരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ മനസ്സിലായി, എന്നെ ഞൊട്ടുമ്പോഴേ എനിക്കതിൻ്റെ വേദന മനസ്സിലാവും. എൻ്റെ പല സഹോദരങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഭയിൽ പറഞ്ഞൊരു കാര്യം, നെവർ ഡൂ ദാറ്റ്, നെവർ ഡൂ ദാറ്റ്. തമാശയായിരിക്കാം, പക്ഷേ ഈ കൗണ്ടർ അടിക്കുന്ന പരിപാടി സഭയ്ക്കകത്ത് നല്ലതല്ല. കൂട്ടു സഹോദരൻ്റെ ബലഹീനത വിളിച്ച് പറയാൻ നമുക്ക് ചിരി വരുമായിരിക്കാം, പക്ഷെ ആ ചിരിയുടെ കാണുമ്പോൾ മറ്റൊരാളുടെ നെഞ്ച് പൊട്ടുവാണെന്ന് അറിഞ്ഞാ we never do that. ഇതേ പറഞ്ഞു, നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്ന വാക്കുകൾ പോലും ദൈവസന്നിധിയിൽ ഡെയിലി ഫോർഗീവ്നെസ്സിന് പ്രാർത്ഥിക്കേണ്ട ഘടകമായി വരിക. ഇപ്പൊ കർത്താവ് പറഞ്ഞു, you have to pray for it. Why? നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ല. അതതിൻ്റെ കാര്യം. പ്രാർത്ഥിക്കാനല്ലാതെ തമ്പുരാൻ്റെ ഡെപ്സ് കവർ ചെയ്യാൻ തക്കതുപോലെ നമ്മുടെ കയ്യിൽ യാതൊരു സാധനവും ഇല്ല. ഇനി എത്ര വിചാരിച്ചാലും വീട്ടാൻ പറ്റില്ല. ആകെ തമ്പുരാൻ ഫോർഗീവ് ചെയ്യാൻ പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് നമുക്കുള്ള ഒരു പ്രത്യേകത, നമ്മുടെ ദൈവം പാപം ക്ഷമിക്കുന്നവനാ. എത്ര വലിയ തെറ്റാണേലും, എത്ര വലിയ പാപമാണേലും, എത്ര ചെറുതാണേലും തൻ്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ക്ഷമിക്കുന്നൊരു ദൈവം നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവം പാപം ക്ഷമിച്ചില്ലേ? അല്ലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച്. ദൈവം പാപം ക്ഷമിച്ചില്ല. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, the wages of sin is death. ദൈവം പാപം ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനി പുൽപ്പിട്ട് നിൽക്കത്തില്ലായിരുന്നു, എന്നേ മരിച്ചു പോയേനെ. എല്ലാ ദിവസവും തമ്പുരാനെ ഇന്ന് ചെയ്തു പോയത് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തമ്പുരാൻ ക്ഷമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ലേ, തമ്പുരാൻ ക്ഷമിക്കാതെ പോയത് കൊണ്ട് ദൈവസന്നിധി മരിച്ചു വീണവര്. ഒരു കള്ളം പറഞ്ഞതിന് മരിച്ചു വീണവരെ ഈ പുസ്തകത്തിൽ, പഴയ നിയമത്തിലെ കാര്യമല്ല, പുതിയ നിയമത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. വായിക്കണോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ദൈവത്തെ നമുക്കറിയാം. പക്ഷേ ഒരു പ്രത്യേകത, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ കരയുമ്പോൾ, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കുന്ന എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ശുശ്രൂഷ നിൽക്കുന്നത്, നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുന്നതെന്ന് ഓർത്താൽ അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ക്ഷമയുടെ കാര്യം വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ക്ഷമയ്ക്കായിട്ട് എവരിഡേ പ്രാർത്ഥിക്കണം. പക്ഷെ അതിനകത്തൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്. ആ ക്ലോസ് എന്താണെന്നറിയാമോ? As we forgive others. പാപക്ഷമയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. കാരണം പാപം ക്ഷമിക്കാതെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ പാപം ക്ഷമയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. There is a direct relation. ഇതൊരു കണ്ടീഷണലായ കാര്യമാണ്. അബദ്ധം പറ്റിയും തോന്നിക്കുന്നല്ലേ? ഇത്രയും നാളുണ്ടായിരുന്ന കോൺഫിഡൻസ് അങ്ങോട്ട് പോയതുപോലെ. ഇറ്റ്സ് എ ഫാക്ട്. ഇത് ആരും പറയുന്നില്ലെന്നേ സഭയിൽ. നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ദൈവം നമ്മളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ദൈവം പറയാണ്, ഇഫ് യു കനോട്ട് ഫോർഗീവ് അതേഴ്സ്, ഐ കനോട്ട്. അതവിടെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥന പഠിപ്പിച്ച ശേഷം ഈ പ്രാർത്ഥനയിലെ ഒറ്റ കാര്യത്തിന് മാത്രമേ കർത്താവ് പിന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തോളൂ. അതിന് തൊട്ട് താഴെ ഒന്ന് വായിച്ചു, വേഴ്സ് 14 and 15. ഇത് വചനത്തിൽ യേശു പറഞ്ഞ വാക്കാ. ആരുടെ സജഷനല്ല, അഭിപ്രായമല്ല. പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ആ പ്രാർത്ഥനയിലെ ഒറ്റ കാര്യത്തിന് മാത്രം ഒന്നുകൂടെ വ്യക്തത കൊടുത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ച നിങ്ങളോട് ഞാൻ ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളോട് സ്വർഗം ക്ഷമിക്കില്ല. അങ്ങനെയാണേ നാം എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അത്ര ക്ഷമ മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ ഓർത്താ. ഈ കാടം തലമണ്ടെ കിടക്കാന്ന് ഓർക്കണം. യു ജസ്റ്റ് സീ ദ സ്കെയിൽ. ഈ മെഷർ സ്കെയിൽ ഒന്ന് എടുത്തിട്ട് എനിക്കെത്ര ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കെത്ര ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, അത്രേ തമ്പുരാൻ എന്നോട് ക്ഷമിക്കത്തോളെന്ന് പറഞ്ഞ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജസ്റ്റ് റീഡ് ദാറ്റ് പാർട്ട്. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 21. See, അവിടെ നോക്കിയ ഒരു പത്രോസ് കർത്താവിനോടൊരു നമ്പരുമായിട്ടൊക്കെ വരും. ഈ 7 എന്നൊക്കെ പറയുന്ന ആ കാലത്ത് ഒരു പൂർണ്ണതയുടെ നമ്പറാണ്. ഒരാളോട് ഒരു തെറ്റിന് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ ഗുഡ് നമ്പർ. എന്നെ സംബന്ധിച്ചിടത്തോളം 1-2-3 പ്രാവശ്യം കൂടുതലൊക്കെ ക്ഷമിക്കാൻ നമുക്കൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ പത്രോസ് കുറച്ചുകൂടെ കടന്ന് കർത്താവ് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ. ഒരാളോട് ഒരു തെറ്റിന് ആവർത്തിച്ച് വരുമ്പോൾ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കണക്ക് തെറ്റാ. 7 times 70 is like 490 times for one mistake to one person. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ ക്ഷമയ്ക്കൊരു ബൗണ്ടറി വെക്കാൻ പറ്റില്ല. ഇത് അൺലിമിറ്റഡ് ആയിരിക്കണം. 100 പ്രാവശ്യം 1000 പ്രാവശ്യം ക്ഷമിക്കേണ്ടി വന്നാലും ഞാൻ മറ്റൊരാളോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തു. നമ്മൾ ബൗണ്ടറി വെച്ചാൽ തമ്പുരാനും ബൗണ്ടറി വെക്കുമെന്നറിയാമോ? ഈ വചനം നമ്മൾ പ്രസംഗിക്കുന്ന ഈ വചനം, നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ വചനം, നാം ആരാധിക്കുന്ന ദൈവമിൻ്റെ ആകെ വരുമ്പോ പാപക്ഷമ കൂടാതെ എന്ത് അന്യഭാഷ, പാപക്ഷമ കൂടാതെ എന്ത് ആരാധന. ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിക്കായികയാൽ ഈ ആരാധനയ്ക്ക് എന്ത് പ്രസക്തി. കഥാ പറഞ്ഞ ഒരു കാര്യം, when you come for worship, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് ബോധ്യം വന്ന, you better keep those things there. Go back, talk to him, finish it off, come back and worship. Forgivenessും ആരാധനയും കണക്റ്റഡായി കിടക്കാന്ന് പറയുമ്പോൾ അതെത്ര സീരിയസ് ആയി നാം കാണേണ്ട കാര്യമാണ്. ഞാൻ എല്ലാം വായിക്കാൻ സമയമില്ല. ഈ കാര്യം പത്രോസിനോട് സംസാരിച്ച ശേഷം കർത്താവ് ഒരു നല്ല പാരബിൾ അവിടെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പിന്നൊന്ന് വായിച്ചുകൊണ്ടായി തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു രാജാവ് തൻ്റെ ഒരു ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് 10,000 താലന്ത് ഓവ് ചെയ്യുന്നുണ്ട്, ഐ നീഡ് ഇറ്റ് ബാക്ക്. ദാസൻ പറഞ്ഞു, എന്നോട് കരുണ കാണിക്കണം, ഞാൻ തന്നോളാം, പക്ഷെ എനിക്കിപ്പോൾ അതിനുള്ള നിവൃത്തിയില്ല. ബട്ട് ദിസ് കിങ് mercifully, you read that part, that's the word they use there, mercifully
അവൻ്റെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. അവനോട് പറഞ്ഞു, നീ തരണ്ട. അവൻ്റെ സന്തോഷം എന്തായിരിക്കും ആലോചിച്ച് നോക്കി. അവന് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കടം രാജാവിനോട് സമയമേ ചോദിച്ചോളൂ. രാജാവ് അവന് ഫുൾ അങ്ങ് ഇളച്ചു കൊടുത്തു. ഈ മനുഷ്യൻ പുറത്തോട്ട് പോയപ്പോൾ ഉണ്ടോ, അവന് 100 താലന്ത് ഓവി എന്നവൻ തിരിച്ച് എതിരെ വരുന്നു. എന്നോട് പറഞ്ഞു, നീ എനിക്ക് തരാനുള്ള 100 ഇതാ, നീ എനിക്ക് തരാനുള്ള 100 താലന്ത് തിരിച്ച. അവൻ പറഞ്ഞു, എൻ്റെ ദാസനെ, എൻ്റെ രാജാവേ, എൻ്റെ യജമാനെ, എനിക്കതുള്ള നിവൃത്തിയില്ല, ഞാൻ തന്നോളാം. അവിടെ കൊടുത്തിരിക്കുന്നത് ഈ മനുഷ്യൻ അവൻ്റെ കൊങ്ങായിക്ക് പിടിച്ചെന്ന്. എന്നിട്ട് അവനെ ഉപദ്രവിച്ച് കടം തരുന്നത് ഇപ്പം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. നോക്കിയേ, പത്രോസിനോട് കർത്താവ് ഉപമ പറഞ്ഞു കൊടുത്ത ഒരു നല്ല പാരബിളാണ്. ഈ രാജാവ് ഈ വാർത്ത കേട്ടപ്പോൾ വാട്ട് വാസ് ഹിസ് റെസ്പോൺസ്? വായിച്ചു നോക്കിയാൽ മതി അവിടെ സമയമുള്ളപ്പം. റെസ്പോൺസ് എന്താണെന്നറിയാമോ? അവനെങ്കിൽ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് 10,000 ഇളച്ചു തന്നു, പക്ഷെ ഒരു 100 നിനക്കടമുള്ളവനോട് ദയ കാണിക്കാൻ നിനക്ക് മനസ്സില്ലാകിയാൽ ഞാൻ റിവേഴ്സ് ചെയ്യുക പരിപാടി. ഒരിക്കൽ ഇളച്ചു കൊടുത്ത കടം രാജാവ് പറഞ്ഞു, നീ തന്നിട്ട് പോയാൽ. കോൺസിക്വൻസ് മനസ്സിലായോ? നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റാതെ പോയാൽ സ്വർഗം ഒരിക്കൽ ഇളച്ചതുകൂടെ തിരിച്ച് തലയിലിട്ട് തരുമെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിൻ്റെ കോൺസിക്വൻസസും അതിൻ്റെ ഗൗരവവും തിരിച്ചറിയുന്ന ദൈവമക്കൾ അറിയണം. മറ്റൊരാൾ നല്ലതായിട്ടല്ല നാം അവരോട് ക്ഷമിക്കുന്നത്, മറ്റൊരാൾ നല്ലതായതുകൊണ്ടല്ല നാം ക്ഷമ കാണിക്കേണ്ടത്. ബിക്കോസ് നാം ക്ഷമ കാണിക്കുന്നത് നമ്മോട് സ്വർഗം ക്ഷമ കാണിക്കാൻ കാരണമായി ഭവിക്കേണ്ടതാ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാടാ, ഐ നോ ഇറ്റ്സ് ഹാർഡ് ടു ഫോർഗീവ്. ഇറ്റ്സ് നോട്ട് ഈസി. ഞാനിത് പ്രസംഗിക്കുമ്പോഴേ എനിക്ക് പേടിയാവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിത് ഞങ്ങളുടെ ചോദിച്ച് പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഉറക്കമേ വരുന്നില്ല. ബിക്കോസ് ഐ കനോട്ട്. ഒരു കാര്യം ചെയ്ത് നോക്കിയേ, ഒരാൾ നമ്മെ ഒരു പ്രാവശ്യം ദ്രോഹിച്ചാൽ അവരോട് നമുക്ക് വേണേ ക്ഷമിക്കാം. അത് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിനോടോ എന്ന തെറ്റ് മനസ്സിലാക്കിച്ച ഒരിക്കലെങ്കിലും സോറി എന്ന് പോലും പറയാൻ മനസ്സില്ലാത്തവരോടോ ഹൗ ക്യാൻ? സ്വർഗം പറയാ ചെയ്യണം. കാരണം അങ്ങനെ പോലും പറയാൻ നാം നിൽക്കാതിരുന്നപ്പോൾ നമ്മുടെ 10,000 കടങ്ങളെ സ്വർഗം ക്ഷമിച്ചു തന്നെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഇരിക്കും. സ്വർഗത്തിന് നമ്മോടുള്ള ഡീൽ എന്തറിയാമെങ്കിൽ, ഇത് നിത്യതയുടെ കാര്യമാണെന്നറിയാമെങ്കിൽ, ഇത് സ്വർഗത്തിൽ പോകുന്ന കാര്യമാണെന്നറിയാമെങ്കിൽ, ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ലെന്ന് പറയാനുള്ള കാര്യമാണെങ്കിൽ we need to forgive. അത്രയ്ക്ക് കോൺസിക്വൻസ് ഉള്ള കാര്യമാണ് ഫോർഗീവ്നെസ് ഇല്ലായ്മ എന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ക്ഷമിക്കാൻ പഠിക്കും. ഇറ്റ്സ് വെരി ഹാർഡ്, ഐ നോ. സോ മെനി തിങ്സ് ഐ വാണ്ട് ടു ടെൽ, ബട്ട് ഞാൻ വേഗത്തിലങ്ങ് പറഞ്ഞു പോവാം. ഒരു വേദഭാഗം കൊണ്ടൊന്ന് വായിച്ചു. ലൂക്കോസ് സുവിശേഷം 6:27 വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞൊരു കാര്യം, ഹൗ ക്യാൻ യു പ്രാക്ടിക്കലി അപ്ലൈ ദ ഫൊർഗീവ്നെസ്? റീഡ് ലൂക്ക് ചാപ്റ്റർ 6:27. നോക്കിയേ, 4 കാര്യം ചെയ്യാനാ പറഞ്ഞു. ഒന്ന്, യു ബെറ്റർ ലവ് യോർ എനിമി. Number 2, do good to those who hate you, bless those who curse you, and pray for those who mistreat you. ഈ 4 ചെയ്താൽ മതി. സ്നേഹിക്കണം, you have to do good to them, you bless them, and you pray for them. ഇങ്ങനെ ചെയ്യാൻ പറ്റിയ it works. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു എൻ്റെ വാക്കുകളെ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. എപ്പോഴും അറിയണം, നമ്മെ ഹേർട്ട് ചെയ്യാൻ
പിശാച് എവറിഡേ ബേസിസിൽ ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടാവും. അത് ജോലിയിലാകാം, ചേർച്ചിലാകാം, കമ്മ്യൂണിറ്റിയിലാകാം, ഈവൻ വിതിൻ ഫാമിലിയിലാകാം. വൈ ഈസ് ഇറ്റ് സോ? നാം ഹേർട്ട് ചെയ്യപ്പെടണോ എന്നുള്ള ചിന്തയിലല്ല, നമ്മുടെ മനസ്സിൽ ഫോർഗീവ്നെസ് ഇല്ലാതായിട്ട്, ദാറ്റ് ബ്ലോക്സ് യുവർ ഫോർഗീവ്നെസ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ, റൈറ്റ്? നാം ക്ഷമിക്കാതെ പോയിട്ട് ദൈവത്തിന് നമ്മോട് ക്ഷമിക്കാനുള്ള ഓപ്ഷൻസിനെ നാം ബ്ലോക്ക് ചെയ്ത് കളയാൻ പ്ലാൻ ചെയ്യുന്ന സാത്താൻ, ഹി അസൈൻ someone every day to hurt you. അത് ഓർത്താൽ തന്നെ നാം സൂക്ഷിച്ച് പിന്മാറും. ക്ഷമയുടെ ബെസ്റ്റ് എക്സാമ്പിൾ, ദ ട്രൂ ഫോർഗീവ്നെസ് തിരിച്ചറിയാൻ ഒരാളെ കണ്ടാൽ മതി. ജസ്റ്റ് വൺ എക്സാമ്പിൾ, ജോസഫിൻ്റെ അനുഭവം നമുക്കറിയാം. അവൻ്റെ സഹോദരന്മാർക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ ഫാദറിൻ്റെ ഫേവർ അവനോടുള്ളത് സഹോദരന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സെക്കൻഡ്ലി, അവൻ്റെ ഡ്രീം അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ വാട്ട് ഹാപ്പൻഡ് ഈസ്, അവനെ അവർ കൊല്ലാൻ തീരുമാനിച്ചു. അവനെ അവർ പൊട്ടക്കിണറ്റി പിടിച്ചിട്ടു. അവനെ അവർ വിറ്റു, അടിമയായി വിട്ടു. എൻ്റെ ജയിൽ. ഒന്നാലോചിച്ച് നോക്കി, 1-2 ദിവസമല്ല, 20 വർഷം ജയിലിൽ കിടന്നു. 20 വർഷം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ജോസഫ് നൗ. അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഒക്കെ പറ്റി വീട്ടിലും ചുറ്റുമായിട്ട് കഴിഞ്ഞിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, സ്വന്തം സഹോദരന്മാർക്ക് ആഹാരം കൊണ്ടുപോയ കൊച്ചൻ. അവൻ ദോഷമൊന്നും നിരൂപിച്ചല്ല പോയത്. അവൻ്റെ മനസ്സിൽ നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ആ ജയിലിൽ കിടന്ന് ചിന്തിക്കുന്നതായിരിക്കും, എൻ്റെ സഹോദരന്മാർ നിമിത്തം എൻ്റെ അവസ്ഥ ഇന്നിങ്ങനായി അല്ലേ, ഞാൻ പൊട്ടക്കെട്ട് വീഴാനും ഞാനൊരു അടിമയായി തീരാനും ഞാൻ ഈ ജയിലിലാകാനും കാരണക്കാർ എൻ്റെ സഹോദരന്മാരാണ്. എത്ര പ്രാവശ്യം അത് ചിന്തിച്ചാണെന്ന് ചോദിച്ചു. ആ പെയിൻ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ 22 വർഷത്തിന് ശേഷം ഇതേ സഹോദരന്മാർ മുമ്പിൽ നിൽക്കുമ്പോൾ ജോസഫിൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്തായിരിക്കും? 22 വർഷത്തിന് ശേഷം നൗ ഹി ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് മാൻ ഓൺ ദിസ് എർത്ത് എന്ന് വേണേൽ പറയാം. ഫറവോൻ കഴിഞ്ഞാൽ സെക്കൻഡ് പവർഫുൾ പേഴ്സൺ. ഹി ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്. ഈ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരോട് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഈ മനുഷ്യൻ, ഈ ജോസഫ് ചെയ്തു ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവരെ റൂമിനകത്ത് കയറ്റി, എല്ലാവരെയും പുറത്തിറക്കി, അവരെ ചേർത്ത് നിർത്തി. സ്വന്തം വെളിപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെനിക്ക് ദോഷമായി ചെയ്തത് സ്വർഗം എനിക്ക് അനുഗ്രഹമാക്കി തീർത്തു. ബട്ട് ഗാഡ് ഡിഡ് ഇറ്റ് ഫോർ മൈ ഗുഡ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതെന്താ അങ്ങനെ പറഞ്ഞ് ചിന്തിച്ചു പോയി. ഞാനായിരുന്നു അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ഇവർ ജോസഫാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വന്നത് ഇവൻ എന്ത് റിവഞ്ചാണ് എടുക്കാൻ പോകുന്നതെന്ന്. അവർ പേടിച്ചു പോയി. ഇവൻ റിവഞ്ച് എടുക്കും, കാരണം ഇവൻ ഫറവോൻ്റെ രാജ്യത്തെ പ്രധാനികളിൽ ഒരാൾ, എന്നതിനേക്കാൾ ഉപരി ഈ സെക്കൻഡ് ബോറോ, അത്രയ്ക്ക് ടോപ്പ് പൊസിഷനിൽ നിൽക്കുകയാണ്. എന്ത് വേണം ചെയ്യാം. ഇവർ പേടിച്ചപ്പം ജോസഫ് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ല. ഐ എം നോട്ട് ഹിയർ ടു ടേക്ക് എ റിവഞ്ച്. ഞാൻ പക്ഷേ ഓർക്കുന്നൊരു കാര്യമുണ്ട്, എന്നെ നല്ലോണം വേദനിപ്പിച്ച അനുഭവം. നിങ്ങളെന്നെ പൊട്ടക്കിണറ്റി ഇടുമ്പോഴും, നിങ്ങളെന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോഴും, നിങ്ങളെന്നെ വിൽക്കുമ്പോഴും എൻ്റെ ഹൃദയം തകർന്ന് വേദനിച്ചു. He just reminded them of the mistakes. But he said, no, I'm going to see that story in a different angle. I'm going to see that story in a different angle. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകൾ
നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്ത, നിങ്ങൾ എന്നെ വേദനിപ്പിച്ച, നിങ്ങൾ എന്നോട് ചെയ്തതിനെ ഞാൻ വേറൊരു ആംഗിളിൽ കാണാൻ പോകുക. എന്താണെന്നറിയാമോ? എന്നെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നടത്തിയ വഴിയായിട്ട് അത് കാണാൻ പോകുക. നിങ്ങൾ എന്നെ പൊട്ടക്കണച്ചിലിട്ടതും, നിങ്ങൾ എന്നെ വിറ്റതും, ഞാൻ ജയിലിലായി തീർന്നതും ദൈവം എനിക്ക് ഗുണമാക്കി തീർക്കാൻ, എൻ്റെ മേലുള്ള ദർശനം നിവൃത്തിയാകാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചത് എന്ന് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റും. ഈ ക്ഷമയില്ലായിരുന്നെങ്കിൽ he cannot practice spirituality in jail. അവൻ ജയിലിൽ പോലും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആത്മീകനായി നിൽക്കാനുള്ള കാരണം അവന്റെ മനസ്സിൽ അവന്റെ സഹോദരന്മാരോട് ഗ്രഡ്ജില്ലാത്തതാ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലും അവനിലുള്ള ആത്മീകൻ വെളിപ്പെട്ട് വരണമെങ്കിൽ അവളുടെ ദൈവകൃപ എന്തായിരുന്നു ആലോചിച്ച് നോക്കിയേ. ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് ഇതാ: എൻ്റെ സഹോദരൻ എന്നെ വേദനിപ്പിച്ചു, എൻ്റെ സഹോദരൻ എന്നെ വേദനിപ്പിച്ചു, എന്നെ വിറ്റ് കളഞ്ഞു, എന്നെ കഷ്ടതയിലാക്കി. ബട്ട് ഐ ക്യാൻ ടെൽ യു വൺ തിങ്, ഇതെല്ലാം ദൈവം എനിക്ക് ഗുണമാക്കി തീർത്തു, ദൈവം എനിക്ക് ഗുണമാക്കി തീർത്തു. ഈ ആംഗിളിൽ ചിന്തിക്കാമെങ്കിൽ ക്ഷമിക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്നേ. ചെയ്യട്ടെ. ദോഷം ചെയ്യുമ്പോൾ, ഓരോ വേദനയും അനുഭവിക്കുമ്പോൾ, ഓരോ പ്രയാസവും ജീവിതത്തിൽ വരുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കും നോക്കി പറഞ്ഞാൽ മതി, ഓരോ വാക്കും നോക്കി പറഞ്ഞാൽ മതി, ഇതെനിക്ക് അനുഗ്രഹമായി വരും, ഇതെനിക്ക് നന്മയായി വരും. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഒരു വാക്കോടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. എഫേസ്യ ലേഖനം 4:31 അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മെ ഡ്രെയിൻ ചെയ്ത് കളയുന്ന ഇമോഷൻസിനെ അവിടെ ഒരു പട്ടിക തന്നെ കൊടുത്തിട്ടുണ്ട്, ഫ്യൂ ഓഫ് ദം. അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ബെറ്റർ ബി കൈൻഡ്, ബെറ്റർ പ്രാക്ടീസ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടച്ച് ദൈവസ്ഥലൊന്ന് പ്രാർത്ഥിച്ച് ക്ഷമിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ നിത്യതയെ എത്രത്തോളം അഫക്റ്റ് ചെയ്യപ്പെടും എന്ന് ചിന്തിച്ചാൽ നാം ക്ഷമിക്കും. പറ്റാത്തത് ക്ഷമിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് സ്നേഹിക്കാൻ പറ്റും, നമുക്ക് സഹായിക്കാൻ പറ്റും. ചിലപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും പൊട്ടനാണെന്ന്. ആയിക്കോട്ടെ. ആരെങ്കിലും നമ്മളെ പൊട്ടനാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് സ്തോത്രം. നമ്മെ ഹേർട്ട് ചെയ്യുന്ന ഈ അനുഭവങ്ങൾ വരുമ്പോഴും കർത്താവേ, ഇതെൻ്റെ നിത്യതയെ ബാധിക്കുന്ന നിലയിൽ വരാൻ ഇടവരുത്തരുത്, എനിക്ക് ഫൊർഗീവ് ചെയ്യാനുള്ള കൃപ തരണം. ഇന്ന് പാൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണം. ഞാൻ ആരാലും ഹേർട്ട് ചെയ്യപ്പെടാൻ ഇടവരരുത്. അഥവാ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണം, എനിക്ക് സഹിക്കാനുള്ള കൃപ തരണം, എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണം. എൻ്റെ യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞതുപോലെ, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാരാ നാം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് യാതൊരു ദൈവത്തിന് സ്തോത്രം അധികാരവുമില്ല. സ്വർഗം പറയുക, നാം ക്ഷമിക്കുന്നത് പോലെയാ സ്വർഗം നമ്മോട് ക്ഷമിക്കുന്നത്. നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ ദൈവം ക്ഷമിക്കേണ്ടതിന് മറ്റുള്ളവരോട് നാമും ക്ഷമിക്കുന്നവരാകുവീൻ. Forgive others, whoever the thing is. നമ്മുടെ ഫാമിലിയിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ജീവിതത്തിൽ ജോലി മേഖലയിലായാലും, this is something we need to practice on a daily basis. Every day പ്രാർത്ഥിക്കാൻ നമുക്ക് പറയണം. കർത്താവേ, എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റണം, എനിക്ക് നിൻ്റെ ക്ഷമ വേണം. എന്നോട് നീ ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്നോട് നീ ക്ഷമിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ.
ഒരല്പസമയം എല്ലാ ദൈവമക്കളെ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം. ഇത് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് വ്യക്തമായ നിയോഗം തന്നുകൊണ്ട് തന്നെയാണ് ഈ ആലയത്തിൽ ഇത് വന്ന് ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഇതൊരു ദൂതായി തന്നെ വിളിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം. ചില വേദനകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില പ്രയാസങ്ങൾ, ചില വാക്കുകൾ നമ്മെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം, നമ്മെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം, നമ്മെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഇന്നും അതൊരു മുറിവ് പോലെ കിടക്കുന്നുണ്ടാകാം. എന്നാൽ സ്വർഗം ഒരു കാര്യം വിളിച്ചു പറയുക, ബട്ട് ഗാഡ്, ബട്ട് ഗാഡ്, ബട്ട് ഗാഡ്. ജോസഫ് പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മുടെ നാവ് കൊണ്ട് നാം പറയും, സകലതും ദൈവം എനിക്ക് ഗുണമാക്കി തീർത്തു. എനിക്ക് ദോഷമായി വന്നത് എനിക്ക് ഗുണമായി തീർന്നു. അതെനിക്ക് അനുഗ്രഹമായി വന്നു, അതെനിക്ക് നന്മയായി വന്നു. എന്നെ ചെറുതായി കണ്ടത് എനിക്ക് അനുഗ്രഹമായി വന്നു. എന്നെ മോശക്കാരനായി കണ്ടത് ദൈവം ഇന്ന് അനുഗ്രഹമാക്കി തീർത്തു. എന്നെ തരം താഴ്ത്തി സംസാരിച്ചത് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി വന്നു. എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അനുഗ്രഹമായി വിടുതലായി വന്നെന്ന് പറയത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തികൾ ദൈവമക്കളുടെ വരുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ചില വിടുതലുകൾ നടക്കാത്ത നിലയിൽ, ചില വിടുതലുകൾ, ചില ദൈവപ്രവൃത്തികൾ നടക്കാത്ത നിലയിൽ ഇന്നും ദൈവത്തിന് സ്തോത്രം നാം മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാത്ത ചില അനുഭവങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവാത്മാവിൽ ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാത്തത്, ചില കണ്ണുനീരിൽ ഉത്തരം വരാത്തതിൻ്റെ കാരണം മറ്റു ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ചിലത് നമ്മുടെ മനസ്സിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാത്തത്. എന്നാൽ ഇന്ന് പകൽക്കാല കർത്താവേ, എനിക്കതിലുള്ള കൃപ തരണേ ദൈവസഭയിൽ പ്രാർത്ഥിക്കുക. ചില വിടുതലുകളുടെ അനുഭവങ്ങൾ ദൈവസഭയെ നൽകാൻ പോകുക, ചില ദൈവപ്രവൃത്തികൾ ചെയ്യാൻ പോകുക. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത ചില കാര്യങ്ങൾക്ക് ദൈവം ഈ ദിനങ്ങളിൽ വിടുതൽ നൽകാൻ പോകുക. ഈ നിലയിലുള്ള രൂപപ്പെടുത്തലിനായി, ഒരുക്കത്തിനായി സ്വർഗം കാത്തിരിക്കുക. We blocked our blessings because we cannot forgive someone. ചില ദൈവപ്രവൃത്തികൾ തടഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ കാരണം നമുക്ക് ചിലരോട് ക്ഷമിക്കാൻ കഴിയാത്തതാണ്. ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേക ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം.